നിതിൻ രാജിന്റെ മരണത്തിൽ ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു. ഹർത്താൽ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചില്ല. മിക്കയിടത്തും കടകമ്പോളങ്ങൾ തുറന്നു. ഗതാഗതത്തെയും ബാധിച്ചില്ല. കണ്ണാടിപ്പറമ്പ് ചേലേരിമുക്കിൽ ഹർത്താൽ അനുകൂലികൾ ബസ് തടഞ്ഞു. കടകമ്പോളങ്ങൾ അടപ്പിച്ചു. മനോജ് മേൽച്ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. ഹർത്താൽ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടില്ലെങ്കിലും ചിലയിടങ്ങളിലൊക്കെ ഹർത്താൽ അനുകൂലികൾ ബസ്സുകൾ തടയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് നിലവിലൊരു സാഹചര്യം? എന്താണ്? കൃഷ്ണേന്ദു, അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുറ്റവാളികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ദളിത് സംഘടനകൾ ഇന്ന് സംസ്ഥാനത്ത് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ എന്നായിരുന്നു സംഘടനകളുടെ പ്രഖ്യാപനം. വിവിധ പ്രബലമായ ദളിത് സംഘടനകളൊന്നും ഈ ഹർത്താലിന്റെ ഭാഗമായിട്ടില്ല. ചില സംഘടനകൾ മാത്രമാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ SUCI വെൽഫെയർ പാർട്ടി പോലുള്ള ചില സംഘടനകളും ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഹർത്താൽ ജനജീവിതത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ആദ്യത്തെ ഈ 4 മണിക്കൂർ ഹർത്താൽ പിന്നിടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ കാൾടെക്സ് ജംഗ്ഷനിലാണ്. കാൾടെക്സ് ജംഗ്ഷനിലെ സ്ഥിതി എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാം ഉള്ളത്. വാഹന ഗതാഗതം സാധാരണ നിലയിലാണ്. ഒരിടത്തും ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. കടകമ്പോളങ്ങളെല്ലാം തന്നെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലുണ്ട്. അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. കടകമ്പോളങ്ങൾ തുറക്കുന്നുണ്ട്. KSRTC പതിവ് പോലെ സർവീസ് നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രയാസം ഇതുവരെ നേരിട്ടിട്ടില്ല എന്ന് തന്നെയാണ് പോലീസും വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ കാൾടെക്സിൽ ഏതാനും ചില സംഘടനാ പ്രവർത്തകർ ചേർന്ന് 8 പേർ ചേർന്ന് ഹർത്താലിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് വാഹനങ്ങൾ തടയാൻ ശ്രമിച്ചിരുന്നു. ആ 8 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്ന സ്റ്റേഷനിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്രതിഷേധം നമ്മൾ
കണ്ണാടിപ്പറമ്പ് ചേലേരി മുക്കിലാണ്. ചേലേരി മുക്കിൽ കടകമ്പോളങ്ങളെല്ലാം തന്നെ ഹർത്താൽ അനുകൂലികൾ അടപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തിയ വാഹനങ്ങളെ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ആ ഭാഗത്ത് സ്വകാര്യ ബസ്സുകളുടെ ഒരു സർവീസ് നിലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നൂഞ്ഞേരി അയ്യങ്കാളി പുലിയ സമുദായ സംഘടനയുടെ നേതൃത്വത്തിലാണ് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നടന്നത്. പറമ്പൻ രാജീവൻ, സുമേഷ് ബാബു, ജിനേഷ് കണ്ണൂർ, മഹേഷ് ബാബു, മഹേഷ് നൂഞ്ഞേരി, കെ രാജേഷ്, വൈശാഖ് ആരംഭൻ, നൂർദീൻ കയ്യങ്കോട് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുള്ളത്. മയ്യിൽ പോലീസ് സ്ഥലത്തെത്തി ഈ പ്രവർത്തകരെ ഒക്കെ തന്നെ അവിടെ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അവിടെ ഇപ്പോഴും കടകമ്പോളങ്ങളൊന്നും തുറന്ന് പ്രവർത്തിച്ചില്ല. അല്പസമയത്തിനകം തന്നെ കടകൾ തുറക്കുമെന്നാണ് അവിടുത്തെ വ്യാപാരികളും അറിയിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്കൊന്നും എവിടെയും പോയിട്ടില്ല. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അതായത് ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ചേലേരി മുക്കിൽ കണ്ടതുപോലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമാണ് ജില്ലയുടെ പല ഭാഗത്തും ഉണ്ടായത്. ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലാണ്. രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊന്നും തന്നെ ഈ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഹർത്താൽ ജനജീവിതത്തെ കാര്യമായി ബാധിക്കാതിരുന്നത്. നമുക്കറിയാം, കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപനം ഒരു വാട്സാപ്പ് സന്ദേശം അയച്ചാൽ പോലും വലിയ രീതിയിലുള്ള ഹർത്താലായി മാറുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രബലമായ സംഘടനകളൊന്നും തന്നെ ഇല്ല എന്നതുകൊണ്ട് തന്നെ ഹർത്താലിന് വലിയ രീതിയിലുള്ള പിന്തുണ ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദളിത് സംഘടനകളൊക്കെ തന്നെ പ്രക്ഷോഭത്തിലാണ്. അവരൊക്കെ തന്നെ ഒരേ ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഡോക്ടർ MK റാം ഉൾപ്പെടെയുള്ളവരെ പിടികൂടണം, അറസ്റ്റ് ചെയ്യണം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകേണ്ടതില്ല എന്നാണ് സംഘടനകളൊക്കെ തന്നെ തീരുമാനിച്ചത്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ചില ദളിത് സംഘടനകളാണ് ഈ ഹർത്താൽ പ്രഖ്യാപിച്ചത്. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഈ ഹർത്താൽ. അവർ പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദിയായ ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൂടിയാണ് ഈ ഹർത്താൽ പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെയാണ് ഈ ഡോക്ടറായി പുറത്ത് വരേണ്ടിയിരുന്ന ഒരു യുവാവ് മരണപ്പെട്ട സാഹചര്യം. അത് ജാതി അധിക്ഷേപം നേരിട്ടുകൊണ്ട് ഒരു യുവാവിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം. ഇത് വളരെ ഗൗരവത്തോടു കൂടി കണ്ട് ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് ഈ സംഘടനകൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. അത് നഷ്ടപരിഹാരം എന്ന് പറയുന്നത് 10 ലക്ഷം രൂപ 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്നാണ് ഈ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സമരത്തിന്, ഹർത്താൽ അനുകൂലികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളോട് സമൂഹത്തിന് ഒന്നാകെ അനുഭാവമുണ്ടെങ്കിലും ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന ഒരു പൊതു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഹർത്താൽ ജനജീവിതത്തെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു കാര്യമായി മാറിയിട്ടുള്ളത്. ഹർത്താൽ ഒരു തരത്തിലും ജനങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് കണ്ണൂരിൽ ഇപ്പോൾ നമുക്ക് കാണുന്ന കാഴ്ചകളൊക്കെ. കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ വാഹന ഗതാഗതം, പൊതുഗതാഗതം എല്ലാം സാധാരണ നിലയിൽ തന്നെയാണ്. ഓഫീസുകളുടെ പ്രവർത്തനവും സാധാരണ നിലയിൽ തന്നെയാണ്. കൃഷ്ണേന്ദു.